സബൈറെ നമ്മുടെ കാല് മുതൽ കടവരെയുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. കരാട്ടെ സിഗരറ്റ് പോകേണ്ട കട മുതൽ കാല് വരെയാണ്. ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ നോക്കിപ്പോൾ ഇങ്ങനെ എണീറ്റിട്ട് നടുവേദനയ്ക്കൊക്കെ വളരെ നല്ലൊരു എക്സസൈസാണ്. ഇപ്പോൾ കാല് മുകളിലേക്ക് വന്നിട്ട് ഇരിക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഒരിക്കലും നിങ്ങളത് അംഗീകരിക്കുന്നു. കാരണം മുഖം വെച്ച് വെറുതെ വിടാൻ സാധ്യതയില്ല. കൈക്ക് പവർ ഉണ്ടാവും, കൈക്ക് നല്ല ശക്തി ഉണ്ടാവും. നമ്മൾ അഥവാ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡന്റ് തട്ടി വീഴും. അന്നേരം നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വീഴാൻ പറ്റും. പെട്ടെന്ന് കൈ കുത്തി പോകും. അതാ ഉദ്ദേശം. മുഖം അടിച്ചു വീഴുന്നതിനും സേഫ്റ്റിയാണ്. സാധനം എത്ര വയസ്സ് 56 വയസ്സിലെ ആളാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ കൈയടിക്കണം സാറിന്. കാരണം അത്രയും പ്രായമായ ആൾക്കാണ് ചെയ്യുന്നത്. കണ്ണൂരിൽ ഒരു പരിപാടിയാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് വയറൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് വയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ചെയ്യാൻ പറ്റും. വ്യായാമം ചെയ്യുക. ഇങ്ങനെയുള്ള ആ ബേസിക് ആയിട്ടുള്ള ഒന്ന് കാര്യങ്ങൾ കാണിച്ചു. ആദ്യം പഞ്ച് ചെയ്യും, പിന്നെ ബ്ലോക്ക് ചെയ്യും. സ്പിന്നിങ് എന്നാണ് പറയുന്നത്. സാർവജനിക സ്പിന്നിങ്, അതായത് തിരിഞ്ഞ് കാലം കഴിക്കുന്നതാണ് കാലിൽ ഒപ്പിക്കുക. ഓക്കെ, ഇതിന് പറയുന്നത് വികാസുദീഗി എന്ന് പറയും. പ്രസംഗിക എന്ന് പറയും. വികാസുദീഗി നിങ്ങളുടെ ഫോൺ
ആ ഫോണിൽ ഇതെടുക്കില്ല. ഫോണിലാണ് എടുക്കുന്നത് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് എല്ലാവരും ഫോണാണ്. നിങ്ങൾ ടൂർണമെന്റ് ഫൈറ്റിംഗാണ് ആദ്യം വേണ്ട കൊള്ളാൻ പാടില്ല. പക്ഷെ ചെറുതായിട്ട് ടച്ച് ചെയ്യും. ടൂർണമെന്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇതിൽ ശരിക്കും അക്ക 2 കെട്ടാണ് കെട്ടേണ്ടത്. തൽക്കാലം ഞങ്ങൾ ആ കയ്യിലുണ്ടായിരുന്ന സ്റ്റെപ്പ് ഇതിട്ടാണ് ചെയ്യുന്നത്. ഹെൽമെറ്റ് വേണം. 14 വയസ്സിൽ താഴെയുള്ള മത്സരത്തിൽ ഇറങ്ങണമെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ടൂർണമെന്റിൽ ഇറക്കില്ല. പുതിയ റൂളാണ്, ഒളിമ്പിക് അസോസിയേഷന്റെ റൂളാണ് 14 വയസ്സിൽ താഴെയുള്ളത്. കാരണം ടൂർണമെന്റിലൊക്കെ ഇത് ഭയങ്കര സ്ട്രിക്റ്റാണ്. അപകടമൊന്നുമില്ല, ഒന്നും പറ്റില്ല. ഞങ്ങളൊക്കെ കരകോടിപ്പിക്കുന്നത് കുട്ടികൾക്കൊന്നും ഒരു അപകടം പറ്റാറില്ല. അത് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അപകടമില്ല. അതാണ് സ്പോർട്സ് കരാട്ടെ. ഓക്കെ, അതടിച്ചടിക്കുന്ന എനിക്ക് എടുക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലൊരു പഞ്ഞെടുത്ത് പഠിക്കുമ്പോൾ തന്നെ ഒത്തിരി ഉണ്ട്. കരാത്തെ പഠിച്ചാൽ ചെയ്താൽ തീരാത്തവരുണ്ട്. കുറച്ച് സ്പേസിന്റെ കുറവുണ്ട്. ഒരു ഷോൾഡർ കുത്തി ഡൈവ് ചെയ്തെടുത്ത് കാണിക്കുക. ശ്രദ്ധിച്ചോളൂ. കരാട്ടയില് ഒത്തിരി ലോക്ക് സിസ്റ്റം ഉണ്ട്. കരാട്ടയില് കുറെ ഐറ്റംസ് ഉണ്ട്. ക്യൂഷോ എന്ന് പറയും, മർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. ആളെ കൊല്ലുന്ന പരിപാടികളാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യുകയില്ല. ലോക്കുകൾ ഒരാൾ ക്യാച്ച് ചെയ്താൽ ലോക്ക് ചെയ്യുന്നതാണ്. ഒരു വിരൽ മതി. ഇതുണ്ടോ, ലോക്കിലോട്ട് പോകുന്നതാണ് ലോക്ക്. ഉണ്ടോ? രണ്ടാമത് ഇതുണ്ട്, വിരലാണ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മർമ്മമാണ് ഇതെല്ലാം. മർമ്മത്താണ് ടച്ച് ചെയ്യുന്നത്. ഇവിടെയൊക്കെ മർമ്മങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ 395 മർമ്മമുണ്ട്. ഞങ്ങളത് പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മർമ്മങ്ങളാണ്. നമ്മളെ ദൈവം അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അവിടെ ഒന്നും അടി കൊള്ളൂല. അത്ര സേഫ്റ്റി ആയിട്ടുണ്ട്. ഇതിലൊക്കെ മർമ്മം വളരെ പ്രധാനപ്പെട്ട മർമ്മം. ഇത് ഇന്ത്യക്കാരനാണെന്ന് യൂറോപ്യൻസിന് ആ മർമ്മം ഇങ്ങോട്ട് കടന്നു പോകും. അപ്പൊ അത്ര അവിടെ ഒന്നും അടി കൊള്ളിയല്ല. പക്ഷെ കൊള്ളത്തെ രീതിയിൽ വെച്ച് ചെയ്ത ആള് മരിച്ചു പോകും. അവൾ ചെയ്ത അവരെ ഏൽപ്പിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ പുറത്തോ കാലിലോ ആണ് ഈ ഓപ്പോസിറ്റ് മർമ്മം ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരെയും കാണിച്ചു കൊടുത്തിട്ട് പിള്ളേർ ചെയ്തു പോകും. വേണ്ടാത്തതെല്ലാം പിള്ളേർ വേഗം പഠിക്കും.
രീതിയാണ്. സാങ്കല്പികമായിട്ട് ഒരു ഓപ്പണന്റ്, ഒരു ശത്രു വന്നാൽ എന്ത് ചെയ്യാമെന്ന് ചെയ്യുന്ന ഒരു രീതിയാണ്. അതാണ് കഥ എന്ന് പറയുന്നത്. അപ്പോൾ കഥ പെർഫോം ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് കാണുക. ഓക്കെ, അതാ വാഞ്ചി ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ജപ്പാനിലെ ഒക്കിനാവയിലെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന മുകളിൽ ഒത്തിരി ആയുധങ്ങളുണ്ട്. ഒരായുധം വടി എന്ന് പറയുന്നതാണ്, ബോൾ എന്നാണ് ഈ പറയുന്നത്. ഇതേപോലെ 6-7 ആയുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നെഞ്ചക്കിന്റെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ കേട്ടതല്ലേ പത്രങ്ങളിലൊക്കെ. നെഞ്ചക്ക് വളരെ അപകടകാരിയാണ്. ഇതെല്ലാ സാധനങ്ങളും അപകടകാരിയാണ്. നെഞ്ചക്ക് വളരെ ഡേഞ്ചറാണ്. നെഞ്ചക്ക് ആരും ഉപയോഗിക്കാൻ പാടില്ല. പോലീസിന്റെ പെർമിറ്റ് വേണം. ഇപ്പൊ ഇവിടെ പോലും ഇതെടുക്കുന്നത് പോലീസ് പെർമിറ്റ് വേണം. എനിക്ക് പെർമിറ്റ് ഉണ്ട്, എങ്കിൽ തന്നെ ഇത് പുറത്ത് കൊണ്ടുപോകുന്നത് ചെയ്യാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല. ആയുധങ്ങൾ പോലീസിന് എഴുതി കൊടുത്ത DYSP ആണ് പെർമിറ്റ് തരുന്നത്. എത്ര ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിന്റെ അടുത്ത് അറിവ് കൊടുക്കണം. ക്ലാസ്സിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം, ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയണം. സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച് ഒക്കെ വിളിക്കാറുണ്ട്. SDPI അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളാണെങ്കിലും ക്ലാസ്സിൽ വരുന്നുണ്ടോ ഇപ്പോൾ എൻക്വയറി നടത്തുന്നുണ്ട്. താമരശ്ശേരി വെച്ച് കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ നെഞ്ചക്ക് കൊണ്ട് അടിയേറ്റാൻ വെച്ച് അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളതൊന്നും ഉപയോഗിക്കരുത്. അതൊക്കെ അറിയില്ലാത്തത് ചെയ്യാൻ പാടില്ല. പിന്നെ ആയുധങ്ങൾ ആരെയും അറ്റാക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആയുധങ്ങളോട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയാണ് സ്ട്രോങ് ആയി വരിക, അല്ലാതെ ആയുധങ്ങൾ മറ്റൊരാളെ ആക്രമിക്കാനല്ല ഉപയോഗിക്കുക. അതുകൊണ്ട് ആയുധങ്ങൾ എടുത്ത് അറിയാതെ നിങ്ങൾ ചെയ്യരുത്. ഇതുപോലെ തന്നെ സായി ഉയർത്തി കാണിച്ച് സായി എന്ന് പറയുന്ന സാധനമാണ്. ഇതേപോലെ തന്നെ കോൺഫ, കാമ, പിന്നെ നഞ്ചക്ക്, ബോയ്, അങ്ങനെ ഒത്തിരി വെപ്പൺസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഒരു കാര്യം എടുത്ത് പറയാം. കൊറോണ കാലത്ത് നടന്ന ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയത് ഡെൻമാർക്കിലാണ്. ഈ സായി എന്ന് പറയുന്ന കപ്പിലും ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈനായിട്ട് നടന്നൊരു ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിൻ്റെ ജഡ്ജസ് ഒക്കെ വിദേശത്തു നിന്നായിരുന്നു മാർക്കിട്ടത്. അവർ പറയുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യണം. ഇതിലും വടിയിലും ഫസ്റ്റ് കിട്ടിയത് ഇവിടെയാണ്. 2ാം സ്ഥാനം കിട്ടിയതും എൻ്റെ ഒരു കുട്ടിക്കാണ്. കുട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികളാണെങ്കിലും ഇവർ മത്സരിച്ചത് മുഴുവൻ കരാട്ടയിലെ ശവന്തരാൻ എഴുത്തിലാക്കാരോടായിരുന്നു ഇവർ മത്സരിച്ചത്. എന്നിട്ട് ഇവർക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. ഓക്കെ, സായി ഇച്ചോ സായി. It's okay.